നിങ്ങളാ എന്റെ കണ്ണേട്ടനെ വീൽ ചെയറിലാക്കിയത്. നിങ്ങളാ എന്റെ ഭർത്താവിന്റെ അച്ഛനെ കൊന്നത്. ഞാൻ മനഃപൂർവ്വം അല്ലാതെ ചെയ്തേ. മനഃപൂർവ്വം അല്ലെന്നായിരുന്നു എന്റെ വിശ്വാസം. എന്നാ ഇപ്പൊ എനിക്കൊരു സംശയം. നിങ്ങൾ മനഃപൂർവ്വം നിങ്ങളുടെ വണ്ടി ബൈക്കിൽ കൊണ്ടുപോയി ഇടിച്ചതാണോന്ന്. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഈ വാമദേവൻ എന്ന് പറയുന്ന ആളാണോന്നും എനിക്ക് സംശയമുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങളും അയാളും തമ്മിൽ വർഷങ്ങളുടെ ബന്ധം ഉണ്ടെന്ന് വേണം കരുതാൻ. കഥയുണ്ടാക്കല്ലേ? ഇതൊക്കെ നീ വെറുതെ ഊഹിച്ചെടുക്കുന്ന. അന്നത്തെ ആക്സിഡന്റിൽ മരിച്ചത് കണ്ണേട്ടന്റെ അച്ഛനാ. അന്നത്തെ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് എന്റെ കണ്ണേട്ടനാണെന്നും ഞാൻ പറഞ്ഞത് കെട്ടുകഥയല്ല, അതൊരു സത്യ. അതിന് പിന്നിൽ ഒരു കൊലപാതക ശ്രമം ഉണ്ടെങ്കിൽ കണ്ണേട്ടൻ ഇപ്പൊ തന്നെ കേസെന്നൊക്കെ പറഞ്ഞില്ലേ, അതിന്റെ ഒപ്പം ഇതും കുത്തിപ്പൊക്കിയെന്ന് വരും. അങ്ങനെയെങ്കിൽ മൺമറഞ്ഞു പോയ സത്യങ്ങൾ ഉറപ്പായിട്ടും പുറത്തു വരികയും ചെയ്യും. നീ വെറുതെ ഞാൻ സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടക്കല്ലേ? ഇനി എന്നെയോ എന്റെ കണ്ണേട്ടനെയോ നശിപ്പിക്കാൻ നോക്കിയാ അവിടെ തുടങ്ങും നിങ്ങളുടെ നാശം. അത് മനസ്സിൽ കുറിച്ചിട്ടോ.